സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ദൃശ്യം 3 കണ്ടുവന്നിരിക്കുകയാണ്. ജിത്തു ജോസഫ് ദൃശ്യം ഫ്രാഞ്ചൈസി. നമ്മൾ ഓൾറെഡി 1 കണ്ടു, 2 കണ്ടു. 1 കണ്ട് അതിനുശേഷം 2 അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു 2-ൽ എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി സിനിമയിലും അതേപോലെ തന്നെ ഓരോ നിമിഷവും നമുക്ക് 1ഉം 2-ലൊക്കെ ത്രില്ലിങ് നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. അതേ എക്സ്പെക്റ്റേഷനോട് തന്നെ ജിത്തു ജോസഫ് പടത്തിൽ നമുക്ക് ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ നമുക്ക് അതെന്തായാലും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. നമ്മളെന്തായാലും ദൃശ്യം 3 കണ്ടു. ഇതിനകത്ത് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നി. ബോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലാതെ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ വിചാരിക്കുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊന്നും എനിക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയില്ല. പിന്നെ ആകെ കൂടി എനിക്ക് കിട്ടിയ കിക്ക് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജിത്തുവിൻ്റെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് ഒരു 1 hour 2 hour ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പടം ഇത് ദൃശ്യം ആ ഒരു സെറ്റപ്പിലായിട്ട് എനിക്ക് ശരിക്കും തോന്നി തുടങ്ങിയത് തന്നെ ആ ഒരു സെറ്റപ്പിലാണ്. എന്തായാലും പടം നമ്മൾ ഓൾറെഡി ദൃശ്യത്തിനകത്ത് വിചാരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പടത്തിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. കുറച്ച് ലാഗും കുറച്ച് മടുപ്പും ഉണ്ടെന്നുള്ളൂ. ബാക്കി ഓൾറെഡി നമ്മളെല്ലാം വിചാരിച്ച ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പടത്തിനകത്തുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പടം കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ടിടാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.